സസ്പെൻഷനെതിരായ ADGP MR രാജകുമാറിന്റെ അപ്പീലിന് സ്റ്റേ ഇല്ല. സസ്പെൻഷൻ തടയാനും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വിസമ്മതിച്ചിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. ശ്യാം ദേവരാജ് ചേരുന്നു വിശദാംശങ്ങളുമായി. ശ്യാം, അജിത് കുമാറിന് തൽക്കാലം ആശ്വാസമില്ല. സർക്കാർ നടപടി ശരിവെക്കുകയാണോ? വിനിത വേണു, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം MR അജിത് കുമാറിന് തിരിച്ചടിയാകുന്ന ഇടക്കാല ഉത്തരവാണ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ കൊച്ചി ബെഞ്ചിൽ നിന്നുണ്ടാകുന്നത്. ഈ MR അജിത് കുമാറിനെ കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന സർക്കാർ സസ്പെൻഡ് ചെയ്തത്. പ്രത്യേകിച്ചും മുൻ സർക്കാരിന്റെ കാലത്ത് ആലപ്പുഴയിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അന്നത്തെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാർ മർദ്ദിച്ചെന്നായിരുന്നു കേസ്. ഈ കേസ് തന്റെ പദവി ഉപയോഗിച്ച് അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത്. തുടർന്നാണ് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം ADGP MR അജിത് കുമാറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. ഈ നടപടി ചോദ്യം ചെയ്താണ് MR അജിത് കുമാർ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചത്. ഇതിൽ ഇന്ന് വിശദമായ വാദം കേട്ടു. ADGP MR അജിത് കുമാറിന്റെ ഹർജി കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ സ്റ്റേ ആവശ്യപ്പെട്ടിരുന്നു. സസ്പെൻഷൻ നടപടി സ്റ്റേ ചെയ്യണമെന്നായിരുന്നു ഉയർത്തിയ ആവശ്യം. പക്ഷേ ഈ CATയുടെ ഡിവിഷൻ ബെഞ്ച് ഈ സസ്പെൻഷൻ നടപടി സ്റ്റേ ചെയ്യാൻ വിസമ്മതിക്കുകയായിരുന്നു. ജസ്റ്റിസ് K ഹരിപാൽ, B രമ മാത്യു എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചിന്റേതാണ് നടപടി. ഇതിൽ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര പേഴ്സണൽ കാര്യ മന്ത്രാലയത്തിനും CAT നോട്ടീസ് അയച്ചിട്ടുണ്ട്. അടുത്ത മാസം 20-നകം മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം. ADGP MR അജിത് കുമാറിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. കാരണം സസ്പെൻഷന് സ്റ്റേ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ DGP നിയമനവുമായി ബന്ധപ്പെട്ട MR അജിത് കുമാറിനെ പരിഗണിക്കപ്പെടുമായിരുന്നു. പക്ഷേ അത്തരമൊരു കാര്യം ഇനി ഉണ്ടാവില്ല എന്ന കാര്യം തീർച്ചയാണ്. കാരണം DGP നിയമനവുമായി ബന്ധപ്പെട്ട് ഈ മാസം 31-നാണ് നിലവിലെ DGPയുടെ കാലാവധി പൂർത്തിയാകുന്നത്. സ്ഥാനക്കയറ്റം തടയപ്പെട്ടു എന്നതാണ്, അഥവാ തടസ്സപ്പെട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജൂലൈ 31 ഉണ്ടാകുന്ന ഒഴിവിലേക്ക് DGP പദവിയിലേക്ക് സ്ഥാനം ലഭിക്കേണ്ട ആളായിരുന്നു ഏറ്റവും സീനിയറായ ഉദ്യോഗസ്ഥനായിരുന്ന MR അജിത് കുമാർ. MR അജിത് കുമാറിന് എന്തായാലും DGP പദവിയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കില്ല. MR അജിത് കുമാറിന് CATയിൽ നിന്ന് തിരിച്ചടിയേറ്റിരിക്കുന്നു. ശരി, വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും സസ്പെൻഷൻ സ്റ്റേ ചെയ്യുന്നില്ല, അടിയന്തര സ്റ്റേ നൽകാൻ തയ്യാറായിട്ടില്ല സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്നതാണ് ശ്യാം ദേവരാജ് വാർത്താ റിപ്പോർട്ട്.